ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അറിവില്ലായ്മ പലപ്പോഴും നമ്മളെ ഡ്രൈവിങ്ങിൽ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും. അത്തരത്തിൽ ഒരു വാഹനം നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഒരു കാരണവശാലും വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അതായത് ഡ്രൈവിങ്ങിനിടയിൽ ഒരു കാരണവശാലും ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പല ആൾക്കാർക്കും ക്ലച്ചിൻ്റെ ചില യൂസുകൾ കൃത്യമായിട്ടും അറിയത്തില്ല. എല്ലാവരും മനസ്സിലാക്കിയേക്കുന്നത് ഒന്ന് ഗിയർ മാറുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടണം, വണ്ടി നിർത്തുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടണം, അതുപോലെ തന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബേസിക് ധാരണ പല ആൾക്കാർക്കും ഉണ്ട്. എന്നാൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ ഒരിക്കലും ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കണം. ഞാൻ ചെയ്തിരുന്ന ഓരോ കണ്ടന്റും വാഹനം പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നുള്ള നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾ കാർ ഡ്രൈവിംഗിൽ ക്ലച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത, ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ടും ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷനാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതിന് ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കത്താണ്. അതായത് ഒരു മലമുകളിൽ നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു ഇടുങ്ങിയ റോഡ് ആണ്. ഒപ്പം തന്നെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കുത്തനെയുള്ള ഒരു ഇറക്കം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ആ റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ ചില സിറ്റുവേഷൻ ക്ലച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടും വരും. അവിടെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഈ അറിവില്ലായ്മ ഒരു ബിഗിനറിന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ ഇവിടെ ആദ്യം ഡ്രൈവ് ചെയ്യാം. അതിനുശേഷം ഡ്രൈവിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷനെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഒരു കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നിന്ന് മുന്നോട്ട് വണ്ടി എടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ക്ലച്ച് ചവിട്ടി വാഹനം വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ക്ലച്ച് ചവിട്ടും, ഒപ്പം ബ്രേക്കിലും കൂടെ കാല് വെച്ചിട്ട് എന്ത് ചെയ്യും, വാഹനം ഇറങ്ങും. അതായത് ക്ലച്ച് ചവിട്ടി ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ഇറക്കങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു പിടുത്തം വരത്തില്ല. അതായത് എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ടാകില്ല. വാഹനം എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉരുളുന്നത്, ഒരു ന്യൂട്രൽ അവസ്ഥയിൽ. അപ്പം നമ്മൾ ബ്രേക്കിൻ്റെ പിടുത്തത്തോടു കൂടി മാത്രമായിരിക്കും കുത്തനെയുള്ള ഒരു ഇറക്കത്ത് വാഹനം ഇറങ്ങി പോകുന്നത്. അപ്പോൾ അത് മുഖാന്തരം വലിയ അപകടം ഉണ്ടാകും. കാരണം നല്ല ദീർഘദൂരമുള്ള ഒരു കുത്തനെയുള്ള ഇറക്കമാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്കിൻ്റെ ആ ചവിട്ടിൻ്റെ അളവ് കൂടി ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇറങ്ങുകയും ഒപ്പം നമ്മൾ ബ്രേക്കിൻ്റെ സഹായത്തോടെ ഇറങ്ങണം. ഫസ്റ്റ് ഗിയറും ബ്രേക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തം വരുമ്പോൾ ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് വരും, വണ്ടി പിടിച്ചിറങ്ങും. ഒപ്പം നമ്മൾ മെല്ലെ ബ്രേക്കിംഗ് കൂടെ കൊടുത്താൽ സേഫ് ആയിട്ട് ഇറങ്ങാം. ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടി ബ്രേക്കിൽ കാല് വെച്ച് വണ്ടി ഇറങ്ങരുത്. ഗിയറിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഞാനത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പം എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. കുത്തനെയുള്ള ഇറക്കത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ബ്രേക്കിലേക്ക് ആദ്യം കാല് വരണം, ശേഷമേ ക്ലച്ച് ചവിട്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ആദ്യം തന്നെ ഉരുണ്ട് തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ കാല് ആദ്യം ബ്രേക്ക് വരുന്നു, അതിനുശേഷം ക്ലച്ച് ചവിട്ടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടും വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ലെഫ്റ്റ് ചേർത്ത് ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പുവരുത്തുന്നു. ശേഷമായിരിക്കണം നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ബ്രേക്കിൽ നിന്ന് കാല് മെല്ലെ അയക്കുക. ബ്രേക്കിൽ നിന്ന് അയച്ച വണ്ടി ഒന്ന് ഉരുണ്ട് തുടങ്ങണം. അത്യാവശ്യം ഒന്ന് ഉരുണ്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, പതിയെ ക്ലച്ച് റിലീസ് ചെയ്യണം. ഒറ്റയടിക്ക് അയക്കരുത്, വണ്ടി ഓഫായി പോയ പണി കിട്ടും. കുത്തനെയുള്ള ഇറക്കമാണ്, അതുകൊണ്ട് ഓഫ് ആകാതെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു. കണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറും ഒപ്പം തന്നെ ബ്രേക്കും കൂടെ ആയപ്പോൾ എൻ്റെ വാഹനം നല്ല രീതിയിൽ പിടിച്ചാണ് പോകുന്നത്. ഇവിടെ ഓവർ ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലും ക്ലച്ചിലും ഫസ്റ്റ് ഗിയറിലും ബ്രേക്കിലുമായിട്ട് നമ്മുടെ വാഹനം പോകും. ഇനി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. കാരണം ഫസ്റ്റ് ഗിയറിൽ കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി വരുമ്പോൾ വണ്ടി തീർത്തും സ്വാഭാവികമായിട്ട് സ്ലോ ആയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. അപ്പോൾ സ്ലോ ആയിട്ട് ഇറങ്ങി വരുന്ന വണ്ടി ഒന്ന് നമുക്ക് കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിനോട്
ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിയാൽ വണ്ടി അവിടെ നിന്നോളും. മനസ്സിലായോ? എന്നാൽ ഞാനിവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയാണ് ഇറങ്ങുന്നതെങ്കിൽ, ഇതേ ഇങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇപ്പം എൻ്റെ വണ്ടിയുടെ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയറുമായിട്ട് ഒരു പിടുത്തമില്ല. ഇപ്പം നിങ്ങൾ നോക്കിയേ, എൻ്റെ ബ്രേക്കിൻ്റെ ചവിട്ടുന്നതിനനുസരിച്ച് ബ്രേക്ക് കൂടുതലായിട്ട് പിടിക്കുന്നത് എനിക്ക് വാഹനത്തിലിരുന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ബ്രേക്ക് പാഡിന് വളരെ വേഗത്തിൽ ഹീറ്റാകുകയും തേയ്മാനം സംഭവിക്കുകയും അത് ഹീറ്റായിട്ട് ബ്രേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ കറക്റ്റായിട്ട് കാല് വെച്ചുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വരികയും ബ്രേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതേ ഏറ്റവും സേഫായിട്ട് നമുക്ക് കുത്തനെയുള്ള ഒരു ഇറക്കം വാഹനം ഇറങ്ങാനായിട്ട് കഴിയും. ഇനി ഇവിടെ നമ്മൾ അനാവശ്യമായിട്ട് ചുമ്മാ എന്ത് ചെയ്യരുത്, ക്ലച്ച് ചുമ്മാ ചവിട്ടി കൊടുക്കരുത്. ചവിട്ടി കൊടുത്തു കഴിയുമ്പോൾ അപ്പം നമ്മുടെ വണ്ടിയുടെ എഞ്ചിനുമായിട്ടുള്ള പിടുത്തം വിടുവാണ്, ഗിയർ ബോക്സുമായിട്ടുള്ള പിടുത്തം വിടും. ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ക്ലച്ച് ചവിട്ടി, വണ്ടി ഫ്രീ ആയി, എനിക്കത് കറക്റ്റ് മനസ്സിലാവും. ഇനി ഞാൻ ക്ലച്ചേന്ന് ഒന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി കണ്ടോ, പിടിച്ചതുണ്ടോ? ആ പിടിച്ചതിൻ്റെ ക്ലച്ചേന്ന് റിലീസ് ചെയ്തപ്പോൾ എഞ്ചിനുമായിട്ടുള്ള ഒരു പിടുത്തം വന്നപ്പോൾ തന്നെ വാഹനം നല്ല രീതിയിൽ പിടിച്ചായിരിക്കും കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ബ്രേക്കേ കാല് വെച്ചുകൊണ്ട് ഇറങ്ങരുത്. ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുക, ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് വണ്ടി ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിലോ ബ്രേക്കിനോടൊപ്പം നിങ്ങൾ ക്ലച്ച് ചവിട്ടിക്കോ, പ്രശ്നമില്ല. കാരണം ഓൾറെഡി നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്കൊന്ന് ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. പക്ഷേങ്കിൽ റണ്ണിങ്ങിൽ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ബ്രേക്കേ വന്ന് നിങ്ങൾ കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മളൊരു മെയിൻ റോഡിലേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ ഇറങ്ങി വരുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ വാഹനം ഈ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില റോഡുകളിൽ നമ്മൾ ഒരു കാരണവശാലും ഇനി നമ്മൾ ക്ലച്ച് ചവിട്ടാൻ പാടില്ല. റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വളവുകളാണ് പ്രത്യേകിച്ചും. ഇനി നമ്മൾ ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത വളവുകൾ എന്നൊക്കെ പറയുന്നത് മറ്റൊന്നുമല്ല. അതായത് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡിൽ വന്നിട്ട് നല്ല ഒരു ടേൺ എടുക്കണം. ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചത്, ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു തേർഡ് ഗിയർ വരികയാണ്, മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വന്നു, എൻ്റെ കാല് ഈ ടേൺ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് എടുക്കണം. ഈ ടേൺ എടുക്കുന്ന സമയത്ത് എൻ്റെ കാല് ബ്രേക്ക് മാത്രം നിന്നാൽ മതി. നിങ്ങൾ മനസ്സിലായോ? അല്ലാതെ ഇവിടെ കയറി ക്ലച്ച് നിങ്ങൾ ഒരു കാരണവശാലും ചവിട്ടരുത്. ക്ലച്ച് ചവിട്ടിയാൽ സംഭവിക്കുന്നത് എഞ്ചിനുമായിട്ടുള്ള പിടുത്തം വിടുമ്പോൾ വണ്ടി ഇതുണ്ട് ഇതുപോലെ അങ്ങ് പോകും. ഇതുപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് സ്പീഡ് നമ്മുടെ കൺട്രോളിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേങ്കിൽ ഒരു ഗിയറിൽ കിടക്കുമ്പോൾ ആ ഗിയറും ഒപ്പം ബ്രേക്കും കൂടെ ആകുമ്പോൾ നമ്മുടെ വണ്ടി സേഫാണ്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്, എൻ്റെ കാല് ബ്രേക്കിലും തേർഡ് ഗിയറിലുമാണുള്ളത്. അപ്പോൾ ഈ വളവ് എടുക്കുന്ന സമയത്ത് ഞാൻ സേഫാണ്, ലെഫ്റ്റ് സൈഡ് എൻ്റെ വണ്ടി നിൽക്കുകയും ചെയ്യും. ക്ലച്ച് ഔട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ തേർഡ് ഗിയറിന് പിടുത്തം വിടും, വണ്ടി ഫ്രീ ആകും, വണ്ടിയുടെ ടയർ ഫ്രീ ആകും. എപ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഓടിത്തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്ക് മാത്രം വരിക, എന്നിട്ട് വളവുകൾ ടേൺ എടുക്കുക. ഇനി വളവുകൾ ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു പോയിന്റും കൂടെ പറയാം. നമ്മളൊരു തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ഒരു ടേൺ എടുത്ത് വരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു ഫോർത്ത് ഗിയറിൽ ഒരു ടേൺ എടുക്കാനായിട്ട് വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു വളവ് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഫോർത്തിൽ വരികയാണ്. ഇങ്ങനെ ഫോർത്തിൽ വരുന്ന സമയത്ത് അവിടെ ഒരു വളവ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നേരത്തെ തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്കാക്കണം. വന്ന ഗിയറിൽ നിങ്ങൾ ടേൺ എടുക്കരുത്. ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വന്ന് ജസ്റ്റ് ബ്രേക്കേ വന്നു കഴിഞ്ഞാൽ ഈ വളവ് എടുക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ വരുന്നു, ഞാൻ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുത്ത് വന്നപ്പോൾ ആ വലിയ ഗിയറിൻ്റെ പിടുത്തം കൂടെ വരുമ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ആവുകയും നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനും കഴിയും. അതുകൊണ്ട് ഓരോ വളവുകൾ എടുക്കുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു ഗട്ടറോട് കൂടിയ ചെറിയൊരു ടേൺ എടുക്കുകയാണ്. ഇവിടെ ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ വണ്ടി ഇത്തിരി കൂടെ ഒന്ന് സ്ലോ ആകാനായിട്ട് സെക്കൻഡ് കൊടുത്തിട്ട് ഈ ചെറിയൊരു ടേൺ എടുത്തു. അപ്പോൾ വളവുകൾ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് വളവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് വളവുകൾ ഇറങ്ങരുത്. ഇനി നമുക്ക് ചില ടേണുകൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഇറങ്ങേണ്ടതായിട്ടുള്ള ടേണുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ എസ് ടൈപ്പ് വളവുകളൊക്കെ ഇറങ്ങി വരുമല്ലോ, വലിയ എസ് ടൈപ്പ് വളവുകൾ. അങ്ങനെയുള്ള വളവുകൾ ഇറങ്ങി വരുമ്പോഴത്തേന് നമുക്കൊരു സെക്കൻഡ് ഗിയറിലൊക്കെ ഇറങ്ങി വരേണ്ട രീതിയിലുള്ള വളവുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മളുടെ കാല് വണ്ടി ഒന്ന് സ്ലോ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇടത്തെ കാല് ക്ലച്ചിലും കൂടെ വെച്ചേക്കണം. കാരണം നമ്മളൊരു വളവ് എടുത്ത് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയെ തീർത്തും ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് മാത്രം പോരാ, അവിടെ ക്ലച്ചും കൂടെ ചവിട്ടി ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. അത് ഞാൻ വലിയ വളവുകളിലൂടെ എങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ട് മേളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഈ വീഡിയോയുടെ അവസാനവും കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ധാരണ കിട്ടും. ഞാൻ അത്തരത്തിലുള്ള ഒരു എസ് ടൈപ്പ് വളവിലൂടെ ഡ്രൈവ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് ഞങ്ങളുടെ ഇവിടെ പുളിയമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ആ റൂട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഒരു മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു എസ് ടൈപ്പ് വീഡിയോ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യവും മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത ഡ്രൈവിങ്ങിലെ ചില സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒന്ന് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങുമ്പോൾ അനാവശ്യമായിട്ട് ക്ലച്ച് താങ്ങി ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ഇറങ്ങാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ചില വളവുകളിൽ അനാവശ്യമായിട്ട് നിങ്ങൾ
ക്ലച്ച് ചവിട്ടി കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ക്ലച്ച് ഒരിക്കലും ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗിയറൊക്കെ മാറ്റുമ്പോൾ ഫുൾ ക്ലച്ച് തന്നെ ചവിട്ടി നിർബന്ധമായിട്ട് ഗിയർ മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ, കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഈ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ഡ്രൈവിംഗ് സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകളും കൂടെ കയറി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു അറിവുമായിട്ട് കാണാം.